വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഫില്ലിംഗ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. അവലിസ്തിരി എന്ന് ആദ്യമായി കേട്ടപ്പോൾ ഒരു കൗതുകമാണ് ഉണ്ടായത്. നേരെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കണ്ണൂരുകാരുടെ ഒരു അടിപൊളി ഡെസേർട്ടാണിത് എന്ന് മനസ്സിലാക്കി. യൂട്യൂബിൽ പോയി കുറേ റെസിപ്പീസ് എല്ലാം നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നെടുത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിന് പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ. ഒരു പാൻ എടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു. നെയ്യൊന്ന് ഉരുകി വരുമ്പം അതിലേക്ക് ഒരു 1/2 ടീക്കപ്പ് അവലെടുത്തിട്ടു. ഇത് കട്ടിയുള്ള അവലാണ്, നിങ്ങൾക്ക് തിന്ന അവലാണെങ്കിലും ഉപയോഗിക്കാം. കുറച്ച് അവലെടുത്ത് വറുത്ത് തണുത്ത ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അവലസ്ഥിരി ഉണ്ടാക്കി കഴിക്കാം. അവൽ ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം. അവൽ വറുത്തു മാറ്റിയ ശേഷം നമുക്ക് 1 ടീക്കപ്പ് പാലെടുത്ത് ചൂടാക്കാം. അതിലേക്ക് ഒരു ഏലക്കായ് പൊട്ടിച്ചിടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചിടാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇടണം. പാൽ നല്ലപോലെ തിളയ്ക്കണം. പാൽ കുറുക്കുകയൊന്നും വേണ്ട, നല്ലപോലെ ഒന്ന് തിളച്ചാൽ മാത്രം മതി. നമ്മുടെ പാൽ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് അവൽ ഇസ്തിരി സെറ്റ് ചെയ്യാം. അതിനായി വറുത്ത് മാറ്റിവെച്ച അവലില്ലേ, അതിനൊരു പ്ലേറ്റിലേക്കാക്കി ഒന്ന് വിടർത്തി വെക്കാം. അതിലേക്ക് കുറച്ച് ഓമപ്പൊടി ഇടാം. ആ മഞ്ഞ മിക്സ്ചറില്ലേ അത്. അളവെല്ലാം നമ്മുടെ താല്പര്യത്തിനനുസരിച്ചാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് ബദാം മുറിച്ചിടുന്നുണ്ട്. കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചി എഫക്റ്റ് കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ റോബസ്റ്റ പഴമില്ലേ, അത് ആവശ്യത്തിനനുസരിച്ച് മുറിച്ചിടാം. മധുരത്തിന് ഒരല്പം പഞ്ചസാര ഇടാം. പാലിൽ നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പഞ്ചസാര കൂടി പോവരുത്. ഇനി ഇതിലേക്ക് ഒരല്പം പാലൊഴിക്കാം. മുഴുവൻ പാലൊഴിക്കണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പാലൊഴിക്കാം. അവൽ ഇസ്തിരി റെഡി ആയിട്ടുണ്ട്. ഇത് 1 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അവൽ ഫ്രൈ ഒന്നും ചെയ്യണമെന്നില്ല. കുറച്ച് അവലും കുറച്ച് ഓമപ്പൊടിയും ഒരല്പം പഞ്ചസാരയും പിന്നെ കുറച്ച് റോബസ്റ്റ പഴവും പാലും ഉണ്ടെങ്കിൽ നമ്മുടെ റെസിപ്പി റെഡി. അടുത്ത റെസിപ്പിയുമായി വരാം. താങ്ക്